വയനാട് പുൽപ്പള്ളിയിലെ 144 പ്രഖ്യാപിച്ചു. അവിടെ പോളിൻ്റെ മരണം, ഫോറസ്റ്റ് വാച്ച്മാൻ പോളിനെ ആന ചവിട്ടി പോൾ മരണപ്പെട്ടു. പോളിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് നാട്ടുകാർ ഇന്ന് പുൽപ്പള്ളിയിൽ അവിടെ ഫോറസ്റ്റുകാരെ അവരോട് പ്രതിഷേധത്തിൽ അത് അടക്കാൻ സമ്മതിച്ചില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ അവിടെ ഒരു പശുവിൻ്റെ താല കടുവ അറുത്തുകൊണ്ട് പോയി. ഈ ഒരു സംഭവം, ആ പശുവിനെ, തലയില്ലാത്ത പശുവിനെ നാട്ടുകാർ പുൽപ്പള്ളിയിൽ അവിടുന്ന് കയറ്റി അവർ വാഹനത്തിൽ കയറ്റി ഫോറസ്റ്റുകാരുടെ വാഹനത്തിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചു കെട്ടി നിർത്തി. അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. അതിൻ്റെ അടുത്ത് തന്നെ പുൽപ്പള്ളിയിലെ പോളിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ ജനങ്ങൾ അവിടെ കൊണ്ടുവന്നു. പോളിൻ്റെ മൃതദേഹത്തിനടുത്ത് തന്നെയാണ് പശുവിൻ്റെ ആ ജഡം അവരുടെ വാഹനത്തിൻ്റെ പുറത്ത് കൊണ്ടേ കെട്ടിവെച്ചു. നാട്ടുകാരുടെ പ്രതിഷേധം അതിശക്തമായി. അവിടെ MLA വന്ന് MLA ഓടിച്ചു. അവിടെ സർക്കാരിൻ്റെ ഒരു പ്രതിനിധികളും വന്നില്ല. ഇത്രയും വലിയ സംഭവമായിട്ട് അവിടെ മന്ത്രി എത്തിയില്ല, MLA എത്തിയില്ല, ADM എത്തിയില്ല, കളക്ടർ എത്തിയില്ല, SP എത്തിയില്ല. നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കി ആ പശുവിൻ്റെ ജഡം അവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ വാഹനത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി കെട്ടി നിർത്തി. അതിന് തൊട്ടടുത്ത് തന്നെ പോളിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നു. സർക്കാർ 144 പ്രഖ്യാപിച്ചു. നാട്ടുകാരും പോലീസും ഫോറസ്റ്റുകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി, ലാത്തിച്ചാർജ് നടത്തി. അതിൻ്റെ അവസാനം സർക്കാർ 144 2 ദിവസത്തേന് പ്രഖ്യാപിച്ചു, ഇന്നും നാളെയും. എന്തായാലും പോളിൻ്റെ മൃതദേഹം അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. ആ വീട്ടിൽ ADM പ്രഖ്യാപിച്ചു 10 ലക്ഷം രൂപ ഉടൻ കൊടുക്കും, ഇപ്പോൾ 5 ലക്ഷം അവർക്ക് കൊടുക്കും, മറ്റൊരു 5 ലക്ഷം ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെയോ അവർക്ക് കൊടുക്കും, 50 ലക്ഷം രൂപ കൊടുക്കും, 40 ലക്ഷം രൂപ വീട്ടുകാർക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. വീട്ടുകാർ ശാന്തരായി. വീട്ടുകാർ പള്ളി കൊണ്ടേ അടക്കാനായിട്ട് പള്ളിയിലെ ആൾക്കാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും നാട്ടുകാരും എല്ലാം വന്നു. ശവമടക്ക് പള്ളിയിൽ നടത്തി. ഇപ്പം വന്നിരിക്കുന്നത് ആ പോളിൻ്റെ മൃതദേഹം അടക്കിയ ശേഷം ഫോറസ്റ്റുകാരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ വാഹനത്തിൻ്റെ മുകളിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അത് ഫോറസ്റ്റ് എടുത്തുകൊണ്ട് പോകണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. കേരളത്തിലെ പൊതുവെ സ്ഥിതി, മൃഗങ്ങളുടെ ശല്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ജില്ലയിൽ വളരെ മോശമാണ്. വയനാട് ജില്ലയിൽ ഏറ്റവും വളരെ പരിതാപകരമായ അവസ്ഥ തന്നെ. അവിടെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. നമുക്കറിയാം, മാനന്തവാടിയിലെ ചാലികത്തയിലെ പടമല അജീഷിനെ കൊന്ന വിവരം നമുക്കറിയാം. കാട്ടാനെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു. പുൽപ്പള്ളിയിലെ അവിടെ ഫോറസ്റ്റ് വാച്ചറെ പോളിനെ കഴിഞ്ഞ ദിവസം കൊന്നു, ആന ചവിട്ടിക്കൊന്നു. അതുപോലെ മറ്റൊരു വാച്ചറെ തോൽപ്പെട്ടിയിൽ അയാളെ ചവിട്ടിക്കൊന്നു. ഇനിയുണ്ട്, ഒരു കടുവ ഒരാളെ തിന്നു. അത് പ്രജീഷ് എന്നുള്ള ആളെ കടുവ തിന്നത് വാഗേരിയിലാണ്, അതും സുൽത്താൻ ബത്തേരിയിലാണ്. അപ്പോൾ കേരളത്തിലെ അവസ്ഥ വളരെ മോശമാണ്. മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വയനാട്ടിലോ പാലക്കാടോ അല്ലെങ്കിൽ ഇടുക്കിയിലോ ഇവിടുത്തെ ഒരു ജനപ്രതിനിധികളെയും കാണാനില്ല, സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെയും കാണാനില്ല. ഫോറസ്റ്റുകാരെല്ലാം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു മന്ത്രിയുണ്ട് വനവകുപ്പിൻ്റെ, AK ശശീന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ എല്ലാം തെറ്റിപ്പോയി. അദ്ദേഹത്തിന് ആ പോസ്റ്റിലേക്ക് ഇരിക്കാൻ അദ്ദേഹം അർഹനല്ല. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ആ സ്പോട്ടിൽ അദ്ദേഹം പോയില്ല. വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള വൈൽഡ് ആനിമൽസ് എല്ലാം നാട്ടിലിറങ്ങി 3 മനുഷ്യജീവനെ തിന്നു. കടുവ ഒരാളെ തിന്നു, 3 പേരെ ആന ചവിട്ടിക്കൊന്നു. കടുവ അതുപോലെ കരടി എല്ലാം രംഗത്തിറങ്ങുകയാണ്. അപ്പം വനത്തിൽ ഈ മൃഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് വേനൽക്കാലമായി വനത്തിലെ അവിടുത്തെ പ്ലാന്റുകൾ, അവയ്ക്ക് തിന്നാനുള്ള ആഹാരങ്ങളെ, അങ്ങനെയുള്ള മുഴുവൻ ചെടികളും മരങ്ങളും അതെല്ലാം കരിഞ്ഞിരിക്കുന്നു. ആവശ്യത്തിന് വെള്ളമില്ല. ആകെ കൃഷികൾ ഉള്ള കർഷകർ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ പച്ചപ്പ് നോക്കി കാട്ടിലെ മൃഗങ്ങൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല.
വരുന്ന വഴിക്ക് അവരെ തടയാൻ ശ്രമിക്കുന്ന മൃഗങ്ങളെ തടയാൻ ശ്രമിക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും മൃഗങ്ങൾ ആക്രമിക്കും. കാട്ടുപന്നികൾ യഥേഷ്ടം വികരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ കേരളത്തിൽ എങ്ങനെ വന്നു? ഇതിനല്ലേ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന MLA-മാരും മന്ത്രിമാരും ഒക്കെ? അവർ എന്തിനാണ് ഇതിൽ പരിഹാരം ഉണ്ടാകാതെ മാറി നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നിയമങ്ങൾ അവിടെ കിടക്കട്ടെ, ഇവിടുത്തെ ജനങ്ങളുടെ കൃഷി മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് 3 ജില്ലകളിൽ. അതിനൊരു പരിഹാരം ഉണ്ടായില്ല. വനം വകുപ്പിലെ ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്. CCF എന്ന് പറയുന്ന ചീഫ് കൺസർവേഷൻ ഓഫീസർ തന്നെ 17 പേരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും ഭീമമായ ശമ്പളവും കൊടുത്ത് തുകയും കൊടുത്ത് അവരെ നമ്മൾ പരിപോഷിപ്പിക്കുകയാണ്. അവിടെ DFOമാരുണ്ട്, അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ്സ് മുതൽ എല്ലാ രംഗത്തും 10,000-കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. അവരെല്ലാവരും ആന ഇറങ്ങുന്നതും കടുവ ഇറങ്ങുന്ന സ്ഥലങ്ങളിലെ അവർ നിരന്നു നിന്നാൽ നമുക്ക് പ്രതിരോധിക്കാം. അവരൊന്നും ഓഫീസിൽ പോയി ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ വനംവകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തികഞ്ഞ പരാജയം തന്നെയാണ്. ശശീന്ദ്രനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ മന്ത്രിയെ കൊണ്ട് വളരെ പരാജയം തന്നെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പും അദ്ദേഹവും. അദ്ദേഹം ഈ സ്പോട്ടിലൊന്നും എത്തിയിട്ടേ ഇല്ല കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. അദ്ദേഹത്തിന് വരാൻ ഭയമാണ്. ഭയമുള്ളവരെ ഒന്നും മന്ത്രിസ്ഥാനത്ത് ഇരുത്താൻ പാടില്ല. അത് എന്തുകൊണ്ട് വരുന്നില്ല? ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണോ? നമുക്കറിയില്ല. എന്തായാലും ഈ വകുപ്പിൽ നിന്ന് ഈ മന്ത്രിയെ മാറ്റണം. അവിടെ കഴിവുള്ള ഒരാളെ നിയമിക്കുക തന്നെ വേണം. കാരണം കേരളത്തിൽ യഥേഷ്ടം മൃഗങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രതിവിധി കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഈ മന്ത്രിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ CCF 17ഓളം പേരുണ്ട്. അവർക്ക് ആ റേഞ്ചിലുള്ളവർക്കോ അല്ലെങ്കിൽ DFOമാർക്കോ ഒരു പ്രതിരോധവും പൊതുജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിയില്ല. ജനങ്ങൾ വയലന്റായി, ജനങ്ങൾ അത് പ്രതിരോധിക്കും, കൂടുതൽ വയലന്റ് ആവും. ഇനി ഇതിനൊരു ശമനം ഉണ്ടാവും തോന്നില്ല. ഇനിയും കാട്ടിൽ നിന്ന് ആന ഇറങ്ങും, കടുവ ഇറങ്ങും, മനുഷ്യനെ പിടിച്ചോണ്ട് പോകും. അതിന് യാതൊരു സംശയമില്ല. അത് തടയാൻ എന്ത് ഈ സർക്കാരിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ 3 മാസം കൊണ്ട് തെളിയിച്ചും കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾ പ്രതിരോധിക്കേണ്ടി വരും. ജനങ്ങൾ അവിടുത്തെ ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് ആ ഫോറസ്റ്റിന്റെ ഏത് ഭാഗത്തു നിന്നാണ് വൈൽഡ് ആനിമൽ ഇറങ്ങുന്നത് അവിടെ അവർ സംഘടിച്ച് അതിനെ തിരിച്ച് കാട്ടിലോട്ട് വിടാൻ പോകുന്നതാണ് നല്ലത്. ഇവിടെ സർക്കാർ കൊണ്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടോ പോലീസിനെ കൊണ്ടോ ഒരു പ്രയോജനം ആ കാര്യത്തിലില്ല. അതുകൊണ്ട് പ്രതിരോധിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറാകണം. അവിടുന്ന് ചെണ്ട കൊട്ടി അവരെ വെടിവെച്ചോ ചെണ്ട കൊട്ടിയോ പടക്കം പൊട്ടിച്ചോ തിരിച്ച് ആ മൃഗങ്ങളെ കാട്ടിലേക്ക് വിടുക. കാട്ടിൽ അതുങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയ യഥേഷ്ടമായ അവിടുത്തെ സംവിധാനങ്ങൾ പരിശോധിക്കണം. അവിടെ കൃത്യമായ വെള്ളം എത്തിക്കാനായിട്ടുള്ള ചില ടാങ്കുകൾ നിർമ്മിക്കണം. അവിടെ വെള്ളം എത്തിച്ചു കൊടുത്ത് മൃഗങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം വനത്തിൽ തന്നെ ലഭ്യമാക്കി കഴിഞ്ഞാൽ പകുതി പേര് ഈ നാട്ടിൻ പ്രദേശത്ത് ഇറങ്ങില്ല. അതോടൊപ്പം തന്നെ അവിടുത്തെ കേരളത്തിലെ ഫോറസ്റ്റിന്റെ സ്ഥിതി കംപ്ലീറ്റ് മാറണം. കാരണം അവിടെ തേക്ക് വെക്കാനും മാഞ്ചിയം വെക്കാനും പണം ഉണ്ടാക്കാനുമാണ് ഫോറസ്റ്റുകാർ നടക്കുന്നത്. മൃഗങ്ങൾക്ക് തിന്നാനുള്ള വസ്തുക്കൾ വനത്തിൽ തന്നെ ഉണ്ടാകണം, അത് വെച്ച് പിടിപ്പിക്കണം. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു പ്ലാനിങ് ഇതിനകത്ത് ഉണ്ടാകണം. അതിന് നാട്ടുകാരെ കൂട്ടണം. അവർക്കറിയാം ഫോറസ്റ്റിലെ വനത്തിലെ വൈൽഡ് ആനിമൽ എന്തൊക്കെ ആഹാരമാണ് കഴിക്കുന്നതെന്ന്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെക്കാട്ടിലും കൃത്യമായി ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അടിമുടി ഇത് പരിഷ്കരിച്ചേ പറ്റുള്ളൂ. പൊതുജനങ്ങളെ അവരുടെ പ്രതിനിധികളെ ഈ ഓരോ കമ്മിറ്റിയിൽ ചേർത്തിട്ട് ഇത് പ്രതിരോധിക്കാനുള്ള ഒരു സംഘടന, പ്രതിരോധിക്കാനുള്ള ഒരു ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലോ ഒരു സംഘം ആൾക്കാരെ നിയമിക്കണം. അവരിത് കൺട്രോൾ ചെയ്തോളൂ.